നമസ്കാരം, ടുഡേ ന്യൂസിലേക്ക് സ്വാഗതം. 1980-ലെ ഓർമ്മ പുതുക്കുവാൻ 40 വർഷങ്ങൾക്കിപ്പുറം ശങ്കരമംഗലം ജുമാഅത്ത് പള്ളിയിൽ അവർ ഒത്തുകൂടി. അന്നത്തെ മുദരീസായി സേവനമനുഷ്ഠിച്ചിരുന്ന അബൂബക്കർ സൈദി ഉസ്താദിന്റെ സ്മരണ പുതുക്കാനാണ് ശിഷ്യഗണങ്ങൾ ഒത്തുചേർന്നത്. നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് UGS ഗ്രൂപ്പ് നൽകുന്നു അതിവേഗ വളർച്ച. UGS ഗ്രൂപ്പ്, സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കയ്യൊപ്പ്. ശങ്കരമംഗലം ജുമാഅത്ത് പള്ളി ഒരു 40 വർഷം മുമ്പുള്ള ഓർമ്മകൾക്ക് സാക്ഷ്യം വഹിക്കുകയായിരുന്നു. 1980-ലെ ഓർമ്മകൾ പങ്കിട്ട് അന്നത്തെ മുദരീസായി സേവനമനുഷ്ഠിച്ചിരുന്ന അബൂബക്കർ സൈദി ഉസ്താദിന്റെ സ്മരണകളുമായി ശിഷ്യഗണങ്ങളാണ് 40 വർഷങ്ങൾക്കിപ്പുറം ഒത്തുകൂടിയത്. അതേ പള്ളിയങ്കണത്തിൽ പലരും ഓർമ്മകൾക്ക് നിറം പകർന്നു. തങ്ങളുടെ ഉസ്താദുമാരുടെയും മറ്റ് മഹല്ല് നിവാസികളുടെയും ഖബറിടങ്ങൾ സന്ദർശിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു. നീണ്ട ഇടവേളയ്ക്ക് ശേഷമുള്ള സംഗമം പഠനകാലത്തെയും ചെറുപ്പത്തിലെയും മധുരസ്മരണകൾ ഓർത്തെടുക്കാനും സന്തോഷം പങ്കിടാനും ബന്ധങ്ങൾ സുദൃഢമാക്കാനും വേദിയൊരുക്കി. ഉസ്താദിന്റെ പേരിൽ രൂപീകരിക്കപ്പെട്ട അസാസ് എന്ന സംഘടനയാണ് ഈ സംഗമത്തിന് നേതൃത്വം നൽകിയത്. മഹല്ല് പ്രസിഡന്റ് CMA കരീം സംഗമം ഉദ്ഘാടനം ചെയ്തു. അസാസ് രക്ഷാധികാരി KC ഹംസ മുസ്ലിയാർ അധ്യക്ഷത വഹിച്ചു. അസാസ് കാര്യദർശി ഇസഹാക്ക് ടിയൻപുരം, മഹല്ല് സെക്രട്ടറി ജബ്ബാർ K, കിലാലത്തോടി മാനു, റാസി പട്ടാമ്പി, മഹല്ല് ഖത്തീബ് നൌഫൽ റഹ്മാനി, മുഹമ്മദ് അലി മുസ്ലിയാർ എന്നിവർ സംബന്ധിച്ചു. സാദിഖ് സുഹിരി ഖിറായത്ത് നടത്തി. അസാസ് പ്രസിഡന്റ് ഷംസുദ്ദീൻ തങ്ങൾ ഗത്തം ദുവ, കൂട്ടപ്രാർത്ഥന എന്നിവയ്ക്ക് നേതൃത്വം നൽകി. അസാസ് ജനറൽ സെക്രട്ടറി HR മുഹമ്മദ് കുട്ടി, ട്രഷറർ മുസ്തഫ സുഹിരി തുടങ്ങിയവരും സംബന്ധിച്ചു. ടുഡേ ന്യൂസ്, പെരിന്തൽമണ്ണ. പാലൂർ തൈപ്പുയ രഥോത്സവം 2025 ഫെബ്രുവരി 4 മുതൽ 11 കൂടിയ ദിവസങ്ങളിൽ ആഘോഷിക്കുന്നു. ഉത്സവ ആഘോഷ പരിപാടികളിലേക്ക് ഏവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു. പാലൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം, പാലൂർ പണിക്കർ ബ്രദേഴ്സ് ആൻഡ് സൺസ്, പുലാമന്തോൾ.